8 രൂപയുടെ ഒരു മുട്ട കൊടുക്കുന്നതാണോ ലാഭം, 150 രൂപയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നതാണോ ലാഭം? അപ്പൊ ഇനി ഒരു പുതിയ സംരംഭം ഇൻക്യുബേറ്റർ കിട്ടിയത് കൊണ്ട് നമ്മൾ ഇൻക്യുബേറ്റർ വഴി 21 ദിവസമാകുമ്പോൾ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കാം. ഇരട്ടി ലാഭം, ഇരട്ടിയല്ല 4 ഇരട്ടി ലാഭം. തീർച്ചയായും ഇതൊരു സന്തോഷമാണ്. നമുക്ക് രാവിലെ ഇതിന്റെ കൂടെ വന്ന് 1 മണിക്കൂർ നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. അവരിത് കഴിക്കുന്ന കാണുമ്പോഴും നമ്മളടുത്ത് വന്ന്, അവർക്കൊരു ഭയമില്ല. നമ്മൾ എപ്പോഴും കയറുന്നോണ്ട് അവർ നമ്മളടുത്ത് വന്ന് നിൽക്കും, അവർക്കൊരു പേടിയില്ല. ഞാൻ കൂടുതലും പുറത്തുനിന്ന് കുഞ്ഞുങ്ങളെ വാങ്ങാറാണ് പതിവ്. ഒരു കുഞ്ഞ് 120 രൂപ വെച്ചാണ് വാങ്ങിക്കൊണ്ടത്. 120, 150, 200 രൂപ വരെ കുഞ്ഞിനെ വാങ്ങിയിട്ടുണ്ട്. അതെനിക്ക് നല്ല നഷ്ടമായിരുന്നു. ഇപ്പൊ ഇത് കിട്ടിയപ്പോ എനിക്ക് ഒരു മുട്ട 8 രൂപ വിലയാവുന്നുള്ളൂ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാലും, അല്ലെങ്കിൽ 9 രൂപ. ഇവിടെ മുട്ടയുണ്ടോ? ഇവിടെ മുട്ടയുണ്ട്. ഞാൻ കൂടുതൽ എന്റെ കോഴിയുടെ മുട്ട തന്നെ കൂടെയുള്ള പിടക്കോഴിയുടെ മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എത്ര മുട്ട വെച്ച് രണ്ടാമത്? ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ 60 മുട്ട വെച്ചു. അതിൽ 57 മുട്ടയും വിരിഞ്ഞു. 3 മുട്ട പോയി. അത് എനിക്ക് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് അടുത്ത പ്രാവശ്യം വെക്കുന്നതിൽ മൊത്തവും വിരിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അടുത്ത പ്രാവശ്യം ഞാൻ എന്തായാലും 100 മുട്ടയ്ക്ക് മുകളിൽ വെക്കുന്നു. ഞാനിത് ഫസ്റ്റ് ആയതുകൊണ്ടാണ് കുറച്ച് മുട്ട പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയത്. നമുക്ക് 200 മുട്ട വരെ 200 മുട്ട വരെ ഇതിനകത്ത് വെക്കാൻ പറ്റും. പ്രതീക്ഷ ഉണ്ടായിരുന്നോ നമ്മുടെ ചാനലിൽ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻക്യുബേറ്റർ ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു? എനിക്ക് നേരത്തെ ഞാൻ ഈ വില്ലേജ് മീഡിയ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതില് ഈ കമന്റ് ഇടുന്നവർക്ക് ബൈക്ക്, ഐഫോൺ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ കൊടുക്കുന്നതല്ല, നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത് ഓരോ ആൾക്കാരും സ്പോൺസർ ചെയ്യുന്നതാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന അത് കണ്ട് ഞാൻ കമന്റ് ചെയ്യാറുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ല, നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് നമ്മളൊരു കമന്റ് ഇടുമ്പോൾ എന്റെ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം കാണട്ടെ എന്ന് പറഞ്ഞാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇൻക്യുബേറ്ററിന്റെ ഇത് കണ്ടപ്പോഴും ഞാൻ ഇതുപോലെ ഒരു കമന്റ് ഇട്ടു. അപ്പൊ എന്നെ അവര് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കാണ് സമ്മാനം അടിച്ചിട്ടുണ്ടെന്ന്. 5 പേർക്കാണ് നമ്മൾ ഇൻക്യുബേറ്റർ കൊടുത്തത്. ഏതൊരു വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനമാണ്. ഒരു ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 8 രൂപയുടെ മുട്ട വാങ്ങി നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് അതിനെ വിരിയിച്ച് വെറും 21 ദിവസം കഴിഞ്ഞ് അതിനെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 100 രൂപ 120 രൂപ കൊടുത്താലും 100 രൂപ അല്ലെങ്കിൽ 80 രൂപയ്ക്ക് മുകളിൽ ലാഭമാണ്. ആദ്യത്തെ ഫസ്റ്റ് ഒരു മാസം എന്ന് പറയുമ്പോൾ ചെറിയ തീറ്റ മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. നഷ്ടമൊന്നുമില്ല. 70-80 രൂപ നമുക്ക് ലാഭം മാത്രം കിട്ടും. പിന്നെ കോഴിക്ക് മാർക്കറ്റ് ഉണ്ട്. തീർച്ചയായും എവിടെ വേണേലും തീർച്ചയായും പൂവൻകോഴിയാണെങ്കിൽ നമുക്ക് ഇറച്ചിക്ക് കൊടുക്കാം. 2 മാസം 2.5 മാസം ആകുമ്പോൾ തീർച്ചയായും നമുക്ക് അതിനെ വിറ്റ് കഴിഞ്ഞാൽ 500 രൂപയോളം നല്ല ക്യാഷ് കിട്ടുന്നുണ്ട്. എന്റെ പേര് അൻഷാദ്. ഞാനൊരു പ്രവാസിയായിരുന്നു. എത്ര വർഷമായിട്ട്? ഞാൻ 6 വർഷത്തോളം പ്രവാസിയായിരുന്നു. പിന്നെ എനിക്ക് ഗൾഫിലേക്ക് പോകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു കൃഷിയൊക്കെ ആയി കൂടാമെന്ന് കരുതി ഇവിടെ നാട്ടില് കൃഷി തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ കൂടുതലും ഈ ഫേസ്ബുക്ക്, യൂട്യൂബ് വഴി ഈ കൃഷിയുടെ കാര്യങ്ങൾ നോക്കാറുണ്ട്, ഏത് ചെയ്താൽ എത്രത്തോളം വിജയിക്കുമെന്ന്. അങ്ങനെ നമ്മൾ കോഴി കൃഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പം ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഈ വില്ലേജ് മീഡിയ ചാനൽ കാണാൻ തുടങ്ങി. അപ്പൊ അതിൽ കൂടുതലും കൃഷിയെ സംബന്ധിച്ചുള്ള വീഡിയോസ് ആണ് കൂടുതൽ തീർച്ചയായും ഒരുപാട് അറിയാം. കൂൺ കൃഷിയുടെ ആയാലും നമുക്ക് കൃഷിയുടെ ആയാലും കോഴി വളർത്തല്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു. നാടൻ പൂവനാണ്. പൂവൻകോഴി 17-18 എണ്ണം ഉണ്ട്. അവര് നമ്മൾ കടയിൽ കൊടുക്കും, അല്ലെങ്കിൽ ആവശ്യക്കാർ വരും. നമുക്കിപ്പോ വീട്ടുകാർ വന്നു കഴിഞ്ഞാൽ 600 രൂപ, 700 രൂപ, 500 രൂപ പല തൂക്കത്തിനനുസരിച്ച്. തൂക്കമല്ല, അവര് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അവർ വിലയൊന്നും നോക്കാറില്ല. കാരണം അത്രയ്ക്ക് വലിപ്പമുള്ള കോഴികളാണ് നമ്മുടെ കയ്യിലുള്ളത്. എനിക്കിപ്പോ നിലവിൽ 60 കോഴി ഇവിടെ മുട്ടക്കോഴി ഉള്ളതില് 40-42 മുട്ട, 38 മുട്ട ഡെയിലി കിട്ടുന്നുണ്ട്. വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ട്, ചില സമയത്ത് കടകളിലും കൊടുക്കുന്നുണ്ട്. കൂടുതലും ഇവിടെ വീട്ടുകാർ തന്നെ ഇവിടെ വന്ന് വാങ്ങിക്കോളും. നമ്മളിതും കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് 19ാമത്തെ ദിവസം ഫസ്റ്റ് കുഞ്ഞ് വിരിഞ്ഞു. 19 സാധാരണ നമ്മൾ അടവെച്ച 21 ദിവസം എടുക്കും. അപ്പൊ ഞാൻ 21 പ്രതീക്ഷിച്ച് നിന്ന് ഫസ്റ്റ് 19 ദിവസമായപ്പോൾ കുഞ്ഞ് വിരിഞ്ഞു. എല്ലാവരും ഇൻക്യുബേറ്റർ വാങ്ങി വിരിക്കാൻ പറ്റുന്നവർക്ക്, വീട്ടമ്മമാർക്ക് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗമാണ്. നമുക്ക് തീർച്ചയായും നല്ലൊരു ചാനലാണ് ഈ വില്ലേജ് മീഡിയ. എല്ലാവരും തീർച്ചയായും ഒരിക്കലും ഒരു നഷ്ടമില്ല. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കാണുക, ഫോളോ ചെയ്യുക. ഒരു കമന്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നേരം ഈ ചാനലിന് വളരെയധികം നന്ദിയുണ്ട്. കിട്ടാത്തവരാരും വിഷമിക്കേണ്ട, നിങ്ങളും കമന്റ് ചെയ്തോ. തീർച്ചയായിട്ടും നിങ്ങൾക്കും നമ്മളിടുന്ന വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ കാര്യങ്ങൾ ഡെയിലി കാണും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.